ഹായ് ഓൾ, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. നമ്മൾ എല്ലാവരും RRB ഗ്രൂപ്പ് ഡിയുടെ പഠിത്തം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇപ്പോഴേ ഫിസിക്കൽ ചെയ്യണോ അതോ പതുക്കെ ഫിസിക്കൽ ചെയ്താൽ മതിയോ, റിസൾട്ടൊക്കെ വന്നതിന് ശേഷം പതുക്കെ വേണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിച്ചതിന് ശേഷം നടത്തിയാൽ മതിയോ, ഇതൊക്കെയാണ് നമ്മൾ പലരുടെയും മനസ്സുള്ള ചിന്ത. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഫിസിക്കൽ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ചെയ്ത് നാളെ രാവിലെ ശരിയാവുന്ന ഒരു സാധനമല്ല ഫിസിക്കൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ എന്ന് പറയുന്നത് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യുന്നത് എന്തുകൊണ്ടും മെച്ചമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഫിസിക്കൽ എന്ന് പറയുന്ന അതായത് നമ്മുടെ ഫിസിക്കലി ഫിറ്റ് ആകുന്നത് നിന്നെ മെന്റലിയും ഫിറ്റ് ആക്കാൻ സഹായിക്കും. അപ്പോൾ മെന്റലി ഫിറ്റ് ആവുന്ന നിന്റെ പഠിത്തത്തെ വളരെയധികം, അല്ലെങ്കിൽ നിന്റെ CBT എക്സാമിന് വേണ്ടിയിട്ടുള്ള നിന്റെ പഠിത്തത്തെയും വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു സംവിധാനമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, സ്ത്രീക്കും പുരുഷനും രണ്ട് വ്യത്യസ്ത രീതിയിലാണ് ഈ ഫിസിക്കലി ടെസ്റ്റ് നടത്തുന്നത്. അതിന്റെ റീസൺ എന്ന് പറയുന്നത്, നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് സ്ത്രീക്കും പുരുഷനും വ്യത്യസ്തമാണ് എന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഫിസിക്കൽ ടെസ്റ്റുകളിൽ സാധാരണ ഒരു വ്യത്യാസം വരുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ പുരുഷന്മാരിൽ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, 35 കിലോഗ്രാം ഉള്ള വെയിറ്റിനെ ഒരു 100 മീറ്റർ ദൂരം 2 മിനിറ്റിനകത്ത് എത്തിക്കണം പുരുഷൻ. ഓക്കെ, അതേസമയം സ്ത്രീ ആണെങ്കിൽ 20 കിലോഗ്രാം വെയിറ്റിനെ 100 മീറ്റർ 2 മിനിറ്റിനകത്ത് എത്തണം. ഇതാണ് ഒന്നാമത്തെ ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി 1000 മീറ്റർ 4 മിനിറ്റ് 15 സെക്കൻഡ് കൊണ്ട് പുരുഷൻ എത്തണം, അല്ലെങ്കിൽ ഓടിയെത്തണം. രണ്ടാമത് സ്ത്രീക്കാണെങ്കിൽ 1000 മീറ്റർ 5 മിനിറ്റ് 40 സെക്കൻഡ് കൊണ്ട് ഓടിയെത്തണം. പുരുഷന് വൈറ്റൽ കപ്പാസിറ്റി കൂടുതലാണ്, അതുകൊണ്ട് അവന്റെ സമയം കുറച്ചു കൊടുത്തു. സ്ത്രീക്ക് വൈറ്റൽ കപ്പാസിറ്റി കുറവാണ്, അതുകൊണ്ട് ഒരല്പം സമയം കൂടുതൽ കൊടുത്തു. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫിസിക്കൽ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, ഫിസിക്കൽ എന്ന് പറയുന്നത് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. നാളെ എന്നൊരു ദിവസം ഉണ്ട് എന്നറിയാതെ തന്നെയാണ് നമ്മൾ ഇന്ന് ഒരു ദിവസം ജീവിക്കുന്നത് എന്നതുപോലെ തന്നെയാണ് നമ്മളുടെ പ്രധാന ഉദ്ദേശം ഗ്രൂപ്പ് ഡിയുടെ CBT എക്സാം പാസ്സാവുക എന്നതാണ്. അത് പാസ്സാകും എന്ന പ്രതീക്ഷ തന്നെയാണ് നമ്മൾ എല്ലാവരും പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പാസ്സാവും. അതിനുശേഷം നമുക്ക് ഫിസിക്കൽ ടെസ്റ്റും ഉണ്ട്. അതുകൊണ്ട് ഇപ്പോഴേ ഫിസിക്കൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഫിസിക്കൽ ചെയ്യുന്നത് എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. നോക്കടാ, RRB ഗ്രൂപ്പ് ഡി സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം 3 എണ്ണമുണ്ട്. ഒന്ന് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള പഠിത്തം തകൃതിയായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അക്കൂട്ടത്തിൽ നമ്മൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും കൂടി പതുക്കെ പയ്യത്തിനാൽ പനയും തിന്നാം എന്നതാണ്. ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങി ഓടി വെയിറ്റിനെ തൂക്കി ഓടാമെന്നൊന്നും പറ്റൂല. അപ്പൊ അതുകൊണ്ട് പതുക്കെ നമ്മുടെ ഫിസിക്കലിനെ ചേഞ്ച് ചെയ്ത് ബെറ്റർ ആക്കി കൊണ്ടുവരിക എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു കണക്ക് പ്രകാരമാണെങ്കിൽ നമുക്കൊരു ജൂൺ മാസം ലാസ്റ്റില് നമുക്ക് CBT എക്സാം കാണും. അപ്പൊ ഒരു ജൂൺ മാസം ലാസ്റ്റ് CBT എക്സാം വരികയാണെങ്കിൽ ഏകദേശം ഒരു ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറോടുകൂടി നമുക്ക് ഫിസിക്കൽ ടെസ്റ്റുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഒരു സെപ്റ്റംബർ മാസത്തിൽ നമുക്ക് എന്ത് നടക്കും? ഫിസിക്കൽ ടെസ്റ്റ് നടക്കും. അപ്പൊ നീ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ നമ്മുടെ മാർച്ചാണ്, ഏപ്രിൽ, മെയ്, ജൂൺ, ഒരു 3 മാസം ആവുമ്പോൾ നമുക്ക് CBT എക്സാം നടക്കും. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒരു 6-ാം മാസം ആവുമ്പോൾ നമുക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും വേണ്ടി വരും. അപ്പൊ ഏകദേശം ഒരു 6 മാസം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനുണ്ട്. ഈ ഒരു 6 മാസം നീ ഒരു സ്ട്രോങ് ആയിരുന്നാൽ, നീ ഫിസിക്കലി മെന്റലി സ്ട്രോങ് ആയിരുന്നാൽ, അത് നിന്റെ CBT എക്സാമിനും നിന്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനും മസ്റ്റായിട്ടും ഗുണം ചെയ്യുമെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നീ നിന്റെ പഠിത്തത്തിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരും. ഇപ്പൊ നമ്മൾ എക്സസൈസിന് വേണ്ടി രാവിലെ എണീക്കുന്നു അല്ലെ, രാവിലെ എണീക്കുന്നുവെങ്കിൽ അത് കഴിഞ്ഞുള്ള സമയത്ത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് പഠിക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ കുറെ പ്ലസ് പോയിന്റ് ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ഇപ്പോഴേ തുടങ്ങിയാൽ നിങ്ങൾക്ക് കിട്ടുമെന്നത് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെടാ, നമ്മൾ RRB ഗ്രൂപ്പ് ഡിയുടെ കട്ട് ഓഫ് നമ്മുടെ ചെന്നൈയെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ അവിടെ 71.53 ആണ് ഇതിന് മുമ്പേ വന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പൊ അതനുസരിച്ച് നമ്മൾ തീവ്രമായ പഠനം നമുക്ക് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കണം. ഇനി നമുക്ക് ഇതിന്റെ എക്സാം പാറ്റേൺ, CBTയുടെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്, ജനറൽ സയൻസ് 25 മാർക്കിനും, അതുപോലെ മാത്സ് 25 മാർക്കിനും, ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 30 മാർക്കിനും, ജനറൽ അവയർനെസ്സും കറണ്ട് അഫയറും കൂടെ ചേർത്തിട്ട് 20 മാർക്കിന്, അങ്ങനെ ടോട്ടൽ 100 മാർക്ക് 90 മിനിറ്റ് കൊണ്ട് പരീക്ഷ നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഹോട്ടായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ജനറൽ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ്, ഇത് 3നും കൂടെ ചേർത്തിട്ട് 25 മാർക്ക്, അതായത് ഏകദേശം ഒരു 7 മുതൽ 8 മാർക്ക് ഓരോ സബ്ജക്റ്റിനും അവിടെ വരുന്നുണ്ട്. ചില സമയത്ത് അത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് ഒരല്പം മേൽക്കോയ്മ 10-12 മാർക്ക് വരാനുള്ള സാധ്യതയും ഉണ്ട്. അതിൽ കൂടുതലും ലൈഫ് സയൻസിലാണ് അങ്ങനെ വന്ന് കണ്ടിട്ടുള്ളത്.
പിന്നെ നമ്മൾ നോക്കേണ്ടത് മാത്സ് 25 മാർക്ക്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 30 മാർക്ക്. ഇതാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത്. ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയറിന് ഇമ്പോർട്ടന്റ് കൊടുക്കണ്ട എന്നല്ല, പക്ഷേ എന്നാലും അതിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ തന്നെ നിങ്ങൾ അവിടെ പഠിച്ചെടുത്താൽ മതി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ ഏകദേശം പകുതിയിലധികം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾ സേഫാണ്. ഏതില്? ഈ കറണ്ട് അഫയർ ആൻഡ് ജനറൽ അവയർനെസ്സിനകത്ത് ഒരുപാട് വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ഉണ്ട്. അപ്പോൾ അത് പൂർണ്ണമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നവർ അതിനെ പഠിച്ചു വയ്ക്കുക, അല്ലാത്തവർക്ക് ആ ഒരു ഏരിയയെ നിയന്ത്രണത്തോടെ പഠിക്കുക. എന്നാൽ ജനറൽ സയൻസും മാത്സും ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങും മസ്റ്റ് ആയിട്ടും സ്കോർ ചെയ്യാൻ പറ്റണം. എങ്കിൽ നമ്മൾ ഈ പറയുന്ന പ്രിലിംസിന്റെ കട്ട് ഓഫ് അടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈ പറയുന്ന CBTയിൽ കടന്നുകൂടാൻ പറ്റുമെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, എടാ നമ്മൾ സൂപ്പർ നോട്ട്സ് ഒരു സൂപ്പർ ബാച്ച്, ഒരു എലൈറ്റ് ബാച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പരീക്ഷ 2025 തന്നെ നടക്കുന്നു, 2025 തന്നെ റാങ്ക് ലിസ്റ്റ് വരുന്നു, 2025 ഫിസിക്കൽ ടെസ്റ്റ് വരുന്നു, 2025 തന്നെ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റും വരുന്ന ഒരു പരീക്ഷയാണ് നമ്മൾ ഈ ഗ്രൂപ്പ് ഡിയുടെ പരീക്ഷ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്ന് ആത്മാർത്ഥമായിട്ട് ആഞ്ഞു പഠിച്ചാൽ ഈ വർഷം തന്നെ 2025 തന്നെ നമുക്ക് ജോലി വാങ്ങിക്കാൻ പറ്റും. എടാ, നമ്മുടെ ബാച്ചിന്റെ പ്രത്യേകതകൾ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേട്ടോ. ഇവിടെ നമ്മുടെ ബാച്ചിൽ ഓൺലൈൻ റെക്കോർഡ് സെക്ഷൻസ് ആണ്, പ്ലസ് അതിന്റെ ലൈവ് സെക്ഷൻസ്, ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ വരും. മാത്സ്, മെന്റൽ എബിലിറ്റി പോലുള്ള സാധനങ്ങൾക്ക് നിങ്ങളുമായിട്ട് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ലൈവ് സെക്ഷൻസ് നമ്മൾ തരും. ഇനി ഈ പരീക്ഷ നമുക്ക് 13 പ്രാദേശിക ഭാഷകളിൽ എഴുതാം എന്നതുകൊണ്ട് തന്നെ മലയാളത്തിലും നമ്മൾ ഇതിന്റെ ക്ലാസ്സുകൾ തരുന്നുണ്ട്. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ലൈഫ് സയൻസിന്റെ ഒരു ക്ലാസ് ഇംഗ്ലീഷിലെ നോട്ട് പ്ലസ് പിന്നെ വിശദീകരണമാണ് എങ്കിൽ ലൈഫ് സയൻസിന്റെ മലയാളം നോട്ടും വിശദീകരണവുമായിരിക്കും അടുത്ത. അതായത് ഒരു ബാച്ചിൽ തന്നെ നിങ്ങൾക്ക് മലയാളത്തിന് പ്രത്യേകം ക്ലാസ് കാണാം, ഇംഗ്ലീഷിന്റെ പ്രത്യേകം ക്ലാസ് കാണാം. അതുപോലെ മോക്ക് ടെസ്റ്റുകൾ, അല്ലെങ്കിൽ അതുപോലെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും അതിന്റെ പരീക്ഷ നമ്മൾ കൃത്യമായിട്ട് നടത്തും. അതും ഇതുപോലെ തന്നെയാണ്, മലയാളത്തിലും ഉണ്ട്, ഇംഗ്ലീഷിലും ഉണ്ട്. നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണോ ആർട്ട്, അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇത് എഴുതാൻ സാധിക്കും. മുൻ വർഷങ്ങളിലൊക്കെ ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ് കൂടുതലായിട്ടും ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോൾ ആ പ്രാദേശിക ഭാഷയിലോട്ട് വന്നിട്ടുണ്ട്. അത് നമുക്കൊരു പ്ലസ് ആണെന്ന് മനസ്സിലാക്കണം. അപേക്ഷിക്കുന്നവർ ഒരുപാട് ഉണ്ട് എങ്കിലും ആത്മാർത്ഥമായിട്ട് പഠിക്കുന്നവരുടെ എണ്ണം കുറവാണ്. അതുകൊണ്ട് തന്നെ അപേക്ഷകരുടെ എണ്ണത്തെ പൊലിപ്പിച്ചുകൊണ്ട് ഇത് നമുക്ക് കിട്ടുമോ എന്ന് ചിന്തിക്കരുത്. നിനക്ക് അവിടെ വാക്കൻസികളിൽ എല്ലാ വാക്കൻസിയും നിനക്കുള്ളതല്ല, ഒരൊറ്റ വാക്കൻസിയാണ് നിനക്കുള്ളത്. ആ ഒരൊറ്റ വാക്കൻസി നിനക്കെടുക്കാൻ പറ്റിയാൽ നീ സേഫായി. മനസ്സിലായോ? അതെപ്പോഴും ആലോചിക്കുക. അവിടെയുള്ള അപേക്ഷിച്ചവരുടെ എണ്ണത്തിൽ ഊറ്റം കൊണ്ട് നെഗറ്റീവ് അടിക്കരുത്. ഓക്കെ, പഠിച്ചാൽ നിങ്ങൾക്കും കിട്ടാവുന്നതേ ഉള്ളൂ. ചിന്തിക്കുക, ഈ ലിസ്റ്റുകളിൽ കയറിയ ആൾക്കാർ ഇതുപോലെ ചിന്തിച്ചെങ്കിൽ ഒരിക്കലും അവർ എന്ത് ചെയ്യില്ല, ഈ ജോബുകളിലൊന്നും കയറില്ല എന്നുള്ളത് ആ ഒരു മിനിമം കോമൺ സെൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയത്. അപ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലുമാണ് നമ്മളെ ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നത്, പോകുന്നത്. നമ്മുടെ ബാച്ചിന്റെ റേറ്റ് എന്ന് പറയുന്നത് 3350 ആണ്. നമ്മൾ പറഞ്ഞു ഇംഗ്ലീഷ് പ്ലസ് മലയാളം ക്ലാസ്സുകൾ 1. 2 പറയുന്നത് ഓരോ ക്ലാസ് കഴിയുമ്പോഴും അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ പോൾ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻ അതിനകത്ത് കാണും. നിങ്ങൾ പോൾ അറ്റൻഡ് ചെയ്യണം. ഇനി ഒരിക്കൽ അറ്റൻഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് 20 മാർക്കിൽ 5 ആണെങ്കിൽ വീണ്ടും ആ സാധനം പഠിച്ചിട്ട് വീണ്ടും റിപ്പീറ്റ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് നോക്കാനുള്ള അവസരമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യവും നമ്മുടെ ആപ്ലിക്കേഷനകത്തുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ബാച്ചിൽ താല്പര്യമുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക, പഠിക്കുക. സമയം വൈകിട്ടില്ല, നമുക്ക് പഠിക്കുക. പിന്നെ താല്പര്യമുള്ള ആൾക്കാർ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഒരേ സമയം CBT എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും അതേസമയം തന്നെ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഫിസിക്കൽ ട്രെയിനിങ്ങും നടത്തുക. ഒരേ സമയം കൊണ്ടുപോവുക. അതിൻ്റെ ഗുണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരേ സമയം തന്നെ ഫിസിക്കലിയും മെന്റലിയും സ്ട്രെങ്ത് ആവാനും അത് നിങ്ങളുടെ പഠിത്തത്തിൽ ഒരുപാട് ഉപയോഗം കൊണ്ടുവരാനും സാധിക്കുമെന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് ഡിയുടെ ബാച്ചിൽ കാണാം. ബൈ.